മര്യാദ കാണിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഏതൊക്കെ ആംഗിളുകളിലാണ് ഇവർ വീഡിയോ എടുത്തിരിക്കുന്നത് നിങ്ങൾ തന്നെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും കേട്ടോ. ഇവിടെ പൊങ്കാല ഇടുന്ന കലവോ അല്ലെങ്കിൽ പൊങ്കാല ഇടുന്ന എന്തോ ആണെന്നൊന്നും അവർക്ക് കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവർ ഈ പൊങ്കാല ഇടുന്ന പെണ്ണുങ്ങളുടെ അവരെ എങ്ങോട്ടൊക്കെ തിരിയുന്നു, എവിടെയൊക്കെ കാണാൻ പറ്റും അവിടുത്തെ വീഡിയോസ് എടുക്കുക. അവരുടെ ചാനലിലെ കട്ടകളും അതുപോലെ ഈ വേസ്റ്റ് സാധനങ്ങളും എല്ലാം കുമിഞ്ഞു കൂടി കിടക്കുന്ന ഒരു സാഹചര്യമായിരുന്നു കേട്ടോ. അപ്പം ഇത് കുറച്ച് ആൾക്കാർ പറയുന്നത് ട്രസ്റ്റാണ്. ഹലോ ഡിയേഴ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ തമ്പനയിലൊക്കെ കണ്ടു കാണുമല്ലോ. അപ്പം ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യണോ വേണ്ടോ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു. അപ്പോൾ പൊങ്കാലയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ 3-4 ദിവസം ആയിട്ടുണ്ട്. എന്നാലും ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പം ഈ പൊങ്കാലയുടെ കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊങ്കാലയിലെ ന്യൂസുകൾ, അതായത് ഒരു ഭാഗത്ത് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ശേഷം വൃത്തിയാക്കിയിട്ടില്ല എന്നുള്ള കുറച്ച് ന്യൂസുകളും കാര്യങ്ങളും. ഇപ്പുറത്ത് നമുക്ക് ഫോൺ തുറന്നു കഴിഞ്ഞാൽ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം എല്ലാം തുറന്നാൽ പിന്നെ ഓരോ ആൾക്കാരുടെ സെലിബ്രിറ്റി ആൾക്കാരുടെ പൊങ്കാല വിശേഷങ്ങൾ, അതൊന്നും ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇതിനെപ്പറ്റി എല്ലാം ഒന്ന് എന്താ പറയുന്നത്, മൊത്തത്തിലൊരു അവലോകനം പോലെ ഒന്ന് പറയണമെന്ന് വിചാരിച്ചു കേട്ടോ. വേറൊന്നുമല്ല, നമ്മൾ ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുമ്പോൾ എല്ലാവരും പറയും പോലെ ഒരു വർഷത്തെ കാത്തിരിപ്പാണല്ലേ. ഈ വർഷം പൊങ്കാല ഇട്ടവർക്ക് അടുത്ത വർഷം വരെ ഒരു കാത്തിരിപ്പാണ്. പിന്നെ പൊങ്കാല ഇട്ടിട്ടില്ലാത്തവർക്ക് ആണെങ്കിൽ വർഷങ്ങളുടെ കാത്തിരിപ്പ് കൊണ്ട് പൊങ്കാല ഇടുന്ന ആൾക്കാരുണ്ട്. എൻ്റെയൊക്കെ കാര്യം പറയുകയാണെങ്കിൽ പണ്ട് കുറേ ആഗ്രഹിച്ചിരുന്ന ഒരു സാധനമാണ്, അല്ലെ ആഗ്രഹിച്ച സ്വപ്നം കണ്ടിരുന്ന ഒരു കാര്യമാണ് ഞാനിപ്പോൾ വർഷമായിട്ട് പൊങ്കാല ഇട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഞാനും എൻ്റെ അമ്മ അനിയത്തിയൊക്കെ. കാര്യം വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളിത് TV ചാനലുകളിൽ കൂടെ കണ്ടിരുന്നതാണ്. ലൈവായിട്ട് നമ്മുടെ ന്യൂസ് ചാനലിലൊക്കെ ഇപ്പോഴും കാണിക്കുന്നല്ലോ. അന്ന് പറഞ്ഞതുപോലെ കാണിക്കുമായിരുന്നു നമ്മുടെ ആറ്റുകാൽ പൊങ്കാലയൊക്കെ. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്ക് എന്നെങ്കിലും വന്ന് പൊങ്കാല ഇടാൻ പറ്റുമോ, അല്ലെങ്കിൽ അങ്ങനെ സ്വപ്നം കണ്ടിരുന്ന ഒരു കാര്യമാണ് ഞങ്ങൾക്കിപ്പോൾ സാധിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നമ്മളൊരു ബുദ്ധിമുട്ടും കൂടാതെ നമ്മളിപ്പോൾ എല്ലാ വർഷവും പൊങ്കാല ഇട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഒരു വർഷങ്ങളുടെ കാത്തിരിപ്പ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതുപോലെ വർഷങ്ങൾ കൊണ്ട് കാത്തിരുന്നിട്ടൊക്കെ വന്ന് പൊങ്കാല ഇടുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ പൊങ്കാല ഇടാൻ വരുന്നവർക്ക് സത്യം പറഞ്ഞാൽ ബുദ്ധിമുട്ടുകളൊന്നും കൂടാതെ നമുക്കൊരു കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല എന്ന് പറയും. എന്നാൽ പോലും നമ്മുടെ പൊങ്കാലയ്ക്കൊക്കെ വേണ്ടി എത്തിച്ചേരുന്നവർക്ക് കുറച്ച് ദേവിയെ തൊഴാനാണെങ്കിലും ആ ഒരു പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളൊക്കെ എല്ലാവർക്കും സൗകര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പ്രാവശ്യത്തെ പൊങ്കാലയുടെ തലേ ദിവസം ഞാനാണെങ്കിൽ തൊഴാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഈ നമ്മുടെ പൊങ്കാലയ്ക്കൊക്കെ തൊട്ട് മുമ്പ് ഒരു 2 ദിവസം മുമ്പോ അല്ലെ തലേ ദിവസമൊക്കെ ഒരു മഴ പെയ്യുന്ന ഒരു ഇതൊക്കെ ഉണ്ട് കേട്ടോ. മഴ പെയ്യാറുണ്ട്. നമ്മുടെ വിശ്വാസപ്രകാരം ആ സമയത്ത് മഴ പെയ്യുന്ന എന്നൊക്കെയാണ് പറയാറുള്ളത്. പക്ഷേ സാധാരണ മഴ പെയ്യുന്ന ഒരു ചാറ്റൽ മഴയൊക്കെ പെയ്തങ്ങ് പോകും. പക്ഷേ ഇപ്രാവശ്യത്തെ മഴ എന്ന് പറഞ്ഞാൽ നല്ല മഴയായിരുന്നു കേട്ടോ. ആ മഴയിൽ നമ്മുടെ ഈ ക്ഷേത്രത്തിൻ്റെ പരിസരമൊക്കെ നല്ലപോലെ വെള്ളക്കെട്ടൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ക്ഷേത്രവും പരിസരവും എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് താഴ്ന്നൊരു പ്രദേശവും വയലും ഒക്കെ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പം അവിടെ ഈ കടകളൊക്കെ ഇരിക്കുന്ന സ്ഥലങ്ങളായാലും നമുക്കിപ്പം ക്ഷേത്രത്തിലോട്ട് കയറി തൊഴാൻ പോകണമെങ്കിൽ നല്ലപോലെ ക്യൂ നിന്നാലേ പറ്റുള്ളൂ. കാരണം അത്രയ്ക്ക് തിരക്കായിരിക്കുമല്ലോ. ഈ ക്യൂ നിൽക്കുന്ന സ്ഥലത്തൊക്കെ നല്ല വെള്ളക്കെട്ടായിട്ടുണ്ടായിരുന്നു. അപ്പം കുറേ സമയം ഈ അമ്മമാരൊക്കെ ഈ വെള്ളക്കെട്ടിനകത്തൊക്കെ നിന്നിട്ടൊക്കെ നമുക്ക് തൊഴാനൊക്കെ പറ്റിയിട്ടുള്ളൂ. അപ്പം ഈ ചെറിയ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ ആ വെള്ളമൊക്കെ വറ്റിപ്പോവും. പക്ഷേ ഇപ്രാവശ്യത്തെ നല്ല മഴ കാരണം ആ വെള്ളക്കെട്ടൊക്കെ അതുപോലെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ തന്നെയാണ് ഈ പൊങ്കാലയ്ക്ക് ശേഷം വൃത്തിയാക്കിയതിനെ പറ്റിയൊക്കെ കുറച്ച് വാർത്തകളും കാര്യമൊക്കെ വന്നിട്ടുണ്ട്. പൊങ്കാലയ്ക്ക് ശേഷം, അതായത് ചൊവ്വാഴ്ച പൊങ്കാലയായിരുന്നു, വെള്ളിയാഴ്ച പൊങ്കാല കഴിഞ്ഞിട്ടുള്ള വെള്ളിയാഴ്ച ഞാൻ ക്ഷേത്രത്തിൽ തൊഴാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ കണ്ട കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട്. പക്ഷേ യൂട്യൂബിൽ ഇട്ടിട്ടില്ല, FBയിൽ മാത്രമേ പോസ്റ്റ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അവിടെ നമ്മുടെ ഈ പൊങ്കാല നടന്നത് റോഡിലുകളിലും എല്ലാം ഉണ്ട്. പക്ഷെ ഞാൻ ഈ ക്ഷേത്ര പരിസരമാണ് പറയുന്നത് കേട്ടോ. ഈ കടകളിരിക്കുന്നതും ക്ഷേത്രത്തിൻ്റെ പരിസരത്തെ കടകളിരിക്കുന്നതും ഈ പാർക്കിങ്ങും അതെല്ലാം ഈ ക്ഷേത്രത്തിൻ്റെ സ്ഥലമായിട്ടാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അവിടെ ഒന്നും ക്ലീൻ ആക്കിയിട്ടില്ലായിരുന്നു കേട്ടോ. ക്ലീൻ ആക്കിയിട്ടില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പൊങ്കാലയിട്ട കട്ടകളും അതുപോലെ ഈ വേസ്റ്റ് സാധനങ്ങളും എല്ലാം കുമിഞ്ഞു കൂടി കിടക്കുന്ന ഒരു സാഹചര്യമായിരുന്നു കേട്ടോ. അപ്പം ഇത് കുറച്ച് ആൾക്കാർ പറയുന്നത് ട്രസ്റ്റാണ് വൃത്തിയാക്കേണ്ടതെന്ന് പറയുന്നത്, കുറച്ച് ആൾക്കാർ പറയുന്നത് കോർപ്പറേഷനാണ് വൃത്തിയാക്കേണ്ടത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അതിനെപ്പറ്റിയൊന്നും ഞാൻ പറയുന്നില്ല. എന്തായാലും അവിടെയൊന്നും വൃത്തിയായിട്ടല്ലായിരുന്നു കിടക്കുന്നത്. ഞാൻ കണ്ട കാഴ്ചയാണ് പറയുന്നത് കേട്ടോ. പിന്നെ ആണെങ്കിൽ നമ്മുടെ ഫോൺ തുറന്നു കഴിഞ്ഞാൽ പിന്നെ ഈ പൊങ്കാല ദിവസം മുതൽ ഇപ്പോൾ വരെയും കഴിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. ഈ സെലിബ്രിറ്റികളുടെ വീഡിയോസ് കൊണ്ട് നിറഞ്ഞിരിക്കുക പൊങ്കാല ഇടുന്ന കേട്ടോ. അപ്പോൾ ഈ വർഷങ്ങൾ കൊണ്ട് പൊങ്കാല ഇടുന്ന ഒത്തിരി സാധാരണക്കാരായ അമ്മമാരുണ്ട്. അമ്മൂമ്മമാർ, സഹോദരി, ഇച്ചിരി ചേച്ചിമാർ ഒക്കെ വർഷങ്ങൾ കൊണ്ട് ഇടുന്നവരുണ്ട് കേട്ടോ. പക്ഷേ ഈ സെലിബ്രിറ്റികളുടെ പൊങ്കാല ഇടുമ്പോഴത്തേക്കിന് ഷൂട്ട് ചെയ്യാൻ വേണ്ടി കുറേ യൂട്യൂബ് ചാനലുകാർ ഇപ്പം നിരന്ന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്രാവശ്യം എല്ലാ പ്രാവശ്യത്തിനേക്കാളും കുറച്ച് കൂടുതലായിട്ടായിരുന്നു. പിന്നെ ഇതിനകത്ത് പൊങ്കാലയിട്ട കുറച്ച് മഹത് വ്യക്തികളും ഉണ്ട്. കുറച്ച് എക്സ്പോസ് ഒക്കെ ചെയ്തിട്ട് കുറച്ചിട്ട് എന്താ പറയുന്നത്, വൈറലാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് വന്ന് നിന്നെയായിരിക്കും കേട്ടോ. അതെനിക്ക്
എനിക്കറിയത്തില്ല, അത് ആരാ ഏതാണെന്ന് ഇന്ന ആൾക്കാരൊന്നും പറയുന്നൊന്നുമില്ല. പക്ഷേ ഈ പൊങ്കാല ഇടാൻ വന്ന സെലിബ്രിറ്റികളുടെ വീഡിയോ എടുക്കാൻ കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ട്. ഇവർ കുറച്ച് മര്യാദ കാണിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഏതൊക്കെ ആംഗിളുകളിലാണ് ഇവർ വീഡിയോ എടുത്തിരിക്കുന്നത്, നിങ്ങൾ തന്നെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും കേട്ടോ. ഇവിടെ പൊങ്കാല ഇടുന്ന കലവോ അല്ലെങ്കിൽ പൊങ്കാല ഇടുന്ന എന്തോ ആണെന്നോ ഒന്നും അവർക്ക് കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവർ ഈ പൊങ്കാല ഇടുന്ന പെണ്ണുങ്ങളുടെ അവരെ എങ്ങോട്ടൊക്കെ തിരിയുന്നു, എവിടെയൊക്കെ കാണാൻ പറ്റും അവിടുത്തെ വീഡിയോസ് എടുക്കുക, അവരുടെ ചാനലിടുക, അവരങ്ങ് വൈറലാക്കാം. ഇതാണ് ഇപ്രാവശ്യം കണ്ടത്. ഈ പൊങ്കാലയ്ക്ക് വന്ന ആൾക്കാരുടെ വീഡിയോ എടുത്ത കുറേ യൂട്യൂബ് ചാനലുകാരുടെ കാര്യം ഞാനീ പറയുന്നത് കേട്ടോ. എന്തൊക്കെ തരത്തിലുള്ള, അവർക്കൊന്നും കുനിയാൻ പറ്റത്തില്ല. പൊങ്കാല ഇടുമ്പോൾ എന്തായാലും സ്വാഭാവികമായിട്ടും നമുക്ക് കുനിയാതിരിക്കാനൊന്നും പറ്റത്തില്ലല്ലോ. കുനിഞ്ഞ് തന്നെ നമ്മൾ ഇരുന്നോണ്ടൊന്നുമല്ല, നിന്നോട്ട് കുനിഞ്ഞ് നിന്നുകൊണ്ടാണ് പൊങ്കാല ഇടുന്നതും. ഇപ്പോൾ തീ കത്തിക്കാനായാലും അരി ഇടാനായാലും വേറെ എന്തിനായാലും അങ്ങനെയാണ് കേട്ടോ. ഇവന്മാർ വന്ന് നിന്നിട്ട് ഇവരെ ചിലർക്കാണെങ്കിൽ ഇവർ കാരണം ഒന്ന് കുനിയാൻ പോലും പറ്റാത്ത സാഹചര്യം നിൽക്കുന്ന ആൾക്കാരെ നമ്മൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ട് കേട്ടോ. സാധാരണ നമ്മൾ ഈ പൊങ്കാല ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ 9:45 10 മണിക്കൊക്കെ നമ്മൾ പൊങ്കാല ഇട്ട് ഒരു 11:30 12 മണിയാകുമ്പോഴത്തേനും നമ്മുടെ പൊങ്കാല എത്ര എണ്ണം ഇടണമെങ്കിലും അത് തീരാറുണ്ട് കേട്ടോ. പക്ഷേ ഇവന്മാർ ഇതൊന്നും തീർന്നിട്ട് പോലും പോകുന്നില്ല. ഇവരിനി എങ്ങോട്ട് പോകുന്നു, എന്ത് ചെയ്യുന്നു, ഓരോരോ ബൈറ്റ് എടുത്തിട്ട് ഇങ്ങനെ പോസ്റ്റ് ചെയ്യും. കുറച്ച് ഒരു 15 മിനിറ്റിന് അല്ലെങ്കിൽ 30 സെക്കൻഡിന് ഒക്കെ എടുത്തിട്ട് അങ്ങ് വീഡിയോസ് ഇടുവാണ്. അവരങ്ങോട്ട് പോയത് ഇങ്ങോട്ട് പോയത് ഒരു പ്രൈവസിയും കൊടുക്കാതെ കേട്ടോ. വീഡിയോ വൈറലാക്കണമെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ എല്ലാത്തിലും ചാടി കയറി വീഡിയോസ് എടുപ്പാണ്. എന്ത് സാഹചര്യം വന്നാലും കുഴപ്പമില്ല, അവർക്ക് ചാനലിൽ റീച്ച് കിട്ടാനും വൈറലാക്കാനും വേണ്ടിയിട്ടാണ് ഇപ്പോൾ കുറേ യൂട്യൂബർമാർ നടക്കുന്നത് കേട്ടോ. അപ്പം ഏറ്റവും കൂടുതൽ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഇങ്ങനത്തെ കാര്യങ്ങളാണ് നടന്നിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നത്. അടുത്ത വർഷമെങ്കിലും നമ്മുടെ ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും ഭക്തിപൂർവ്വം ഒരു ചെയ്യുന്ന കാര്യമാണ്. അതിന് ആ രീതിയിൽ കാണണം. റീച്ച് കിട്ടാൻ വേണ്ടി ഒരു ഫോണും പൊക്കിക്കൊണ്ട് ഇങ്ങനെ വരാതിരിക്കണമെന്ന് മാത്രമാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ.